ജോൺ യാത്ര പറയാനായി സഹോദരൻ ബ്രാന്റെ റൂമിലെത്തിയപ്പോൾ അവിടെ അവന്റെ അമ്മ കാറ്റലിൻ സ്റ്റാർക്ക് ഇരിപ്പുണ്ട്. സ്വന്തം മകനല്ലാത്തതിനാൽ കാറ്റലിന് ജോണിനോട് വെറുപ്പാണ്. കോമയിൽ കിടക്കുന്ന ബ്രാനോട് താൻ നൈറ്റ് വാച്ചിൽ ചേരാൻ അങ്കിൾ ബെഞ്ചിനൊപ്പം പോവുകയാണെന്നും അസുഖം മാറിക്കഴിയുമ്പോൾ തന്നെ കാണാൻ കാസ്റ്റൽ ബ്ലാക്കിലേക്ക് വരണമെന്നും അവൻ പറഞ്ഞു. കാസ്റ്റൽ ബ്ലാക്ക് എന്ന് പറയുന്നത് നൈറ്റ് വാച്ചിലെ പട്ടാളക്കാർ താമസിക്കുന്നതിനും പരിശീലനം നടത്തുന്നതിനുമുള്ള സ്ഥലമാണ്. നൈറ്റ് വാച്ചിലെ പട്ടാളക്കാരാണ് കല്ലിനാലും മഞ്ഞിനാലും നിർമ്മിച്ച ആ വലിയ മതിൽ കാവൽ കാക്കുന്നത്. ജോൺ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാറ്റലിൻ ജോണിനോട് റൂമിന്റെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് നെഡ് സ്റ്റാർക്ക് റൂമിന്റെ ഉള്ളിലേക്ക് വന്നത്. ജോൺ സഹോദരനായ ബ്രാന്റെ നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി റൂമിന് പുറത്തേക്ക് പോകും. ഒന്നും മിണ്ടാതെ നിസ്സഹായനായി വന്നിരുന്ന് നെഡ് സ്റ്റാർക്കിനോട് കാറ്റലിൻ പറഞ്ഞു, 17 വർഷം മുന്നേ റോബർട്ട് ബെറാത്തിയനൊപ്പം യുദ്ധത്തിനു വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഏതോ ഒരു സ്ത്രീക്ക് ജനിച്ച കൈക്കുഞ്ഞായ ജോണിനെയും കൊണ്ടാണ് നിങ്ങൾ വന്നത്. ഇപ്പോൾ വീണ്ടും റോബർട്ടിനൊപ്പം പോകുന്നു. ഹാൻഡ് ഓഫ് ദ കിങ് ആവാൻ പറ്റില്ല എന്ന് പറയാമായിരുന്നു എന്ന് കാറ്റലിൻ പറഞ്ഞപ്പോൾ റോബർട്ട് രാജാവ് എന്നതിലുപരി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അയാളുടെ ജീവന് ലാനിസ്റ്റേഴ്സ് കാരണം ഭീഷണി ഉണ്ടെന്ന് നിന്റെ സഹോദരി ലൈസ ആര്യൻ തന്നെയാണ് അറിയിച്ചതെന്നും അതിനാൽ തന്റെ സുഹൃത്തിന്റെ ജീവന്റെ രക്ഷയ്ക്കായി പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നെഡ് സ്റ്റാർക്ക് അവിടെ നിന്ന് പോകും.